വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞു. സ്കൂൾ തുറന്നു, സ്കൂൾ ക്ലാസ് എല്ലാം തുടങ്ങി, അടുത്ത എക്സാം വരാൻ തുടങ്ങി. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോകുമ്പോഴും ഒരു മിക്സഡ് ഇമോഷനായിരുന്നു. കാരണം അതിനു ഞാൻ ഫസ്റ്റ് പ്രീ-KG-യിലാണ് ചേർത്തിയത്. എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറ്. കുറേ അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നും, പുതിയ പുതിയ ഐറ്റംസൊക്കെ കാണുമ്പോൾ. പക്ഷെ അതിനൂന് അങ്ങനെ ഒരു കാണുമ്പോൾ എടുക്കുമ്പോഴൊക്കെ എങ്ങനെ നോക്കും എന്നല്ലാണ്ട് അത് എന്തിനാണെന്നുള്ള വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല. സ്കൂളിലേക്ക് വിട്ടാക്കുന്നത് ഞങ്ങൾ പറയുമ്പോഴും അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും അവനക്ക് ഉണ്ടായിരുന്നേ ഇല്ല. എനിക്ക് പേടി ഇതെല്ലാം വാങ്ങിച്ചിട്ടും എന്തായാലും സ്കൂളിലേക്ക് വിട്ടേ പറ്റുള്ളൂ. പക്ഷെ ആൾ പോകുമോ, അവിടെ ഇരിക്കുമോ, അവൻ കരയോ എന്നുള്ള ടെൻഷനാണ്. ഇപ്പോഴും അതുതന്നെയാണ് അവസ്ഥ. എല്ലാ കുട്ടികളുടെയും പോലും ഭയങ്കര ഹാപ്പി ആയിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നതൊന്നും. പക്ഷെ എല്ലാം നമുക്കിതെല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിന് സാധനങ്ങളെല്ലാം ഓരോന്ന് നോക്കി നോക്കി വാങ്ങിക്കാൻ പോവുക, പിന്നെ അത് അവനിക്ക് കാണിച്ചു കൊടുക്കുക, അത് അവൻ കാണുമ്പോഴുള്ള അവൻ്റെ സന്തോഷം. പിന്നെ നമ്മളെല്ലാം ഒരൊറ്റ കടയിൽ നിന്നല്ല ഇതെല്ലാം ഷോപ്പിംഗ് ചെയ്തത്. എല്ലാം ഓരോ കടയിൽ ഓരോ ദിവസങ്ങളിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ കാരണം ഒറ്റയടിക്ക് എല്ലാം കൂടി നടക്കില്ലായിരുന്നു. അങ്ങനെ അതിന് അത്യാവശ്യം വേണ്ട പ്രീ-KG ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും അവർ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുട വേണ്ടാന്ന് അവർ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് തുറക്കുമ്പോൾ കുട്ടികളുടെ കണ്ണിലൊക്കെ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് റെയിൻ കോട്ട് മതി എന്ന് പറഞ്ഞു. പിന്നെ ബാഗ്, ക്രയോൺസ്, ബുക്ക് അട്ടിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് കാണുന്ന രീതിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ. പിന്നെ സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇത് വെറുതെ ആയിരുന്നു കണ്ടപ്പോൾ അതിങ്ങനെ കറക്കി കളിക്കുക. എന്താണെന്നൊന്നും വലിയ പിടിയില്ല, ബോക്സാണെന്ന് അറിയാം. പക്ഷെ അതൊരു കളിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്കൂളിലേക്ക് ഞാൻ വാങ്ങി കൊടുത്താൽ ചിലപ്പോൾ മിക്കവാറും സ്കൂളിൽ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിന്നില്ല. ഞങ്ങൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ ആ കടയിലത്തെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യലായിരുന്നു അതിൻ്റെ പണി. ഹെൽപ്പും ചെയ്യുന്നുണ്ട്, എല്ലാം താഴെ ഇടുന്നുണ്ടായിരുന്നു. എല്ലാ ബാഗുകളും ഒരുപാട് ലേറ്റായി. അപ്പോൾ സാധനങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ്, ഷോപ്പിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതിനും എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടപ്പോൾ നല്ല കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാലക്കാട് പോയി. പാലക്കാടത്ത് അടുത്ത കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെറുതെ അവനടുത്ത് ഓരോ ഭംഗി കണ്ടിട്ട് എല്ലാം എടുത്ത് നോക്കായിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാം എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ പാലക്കാട് എത്തുമ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ വേഗം ഷോപ്പിൽ കയറി, നല്ല തിരക്ക്. ലാസ്റ്റ് ടൈമിലാണ് ഞങ്ങൾ പർച്ചേസിങ് പിന്നെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ചിലതൊക്കെ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ അത് മൂടിയൊന്നും ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ലഞ്ച് ആക്കി കൊടുക്കുമ്പോൾ അത് ലീക്കാവുമോ അല്ലെങ്കിൽ അത് തുറന്നു വരിക എന്നുള്ള ഡൗട്ടായിരുന്നു. കാരണം കുട്ടികൾക്കത് ഓപ്പൺ ചെയ്യാനും കിട്ടണം. അപ്പോൾ ഞങ്ങൾ കുറേ ഷോപ്പുകളിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ബാഗ് ഞങ്ങൾക്ക് ഏറ്റവും അടിപൊളി കളക്ഷനായിട്ട് തോന്നിയത്, ഞാൻ കുറേ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോയി. പക്ഷേ ഈ കടയിൽ നിറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഡാർക്ക് കളർ എടുത്തത്. കാരണം കുട്ടികൾ ചളിയാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഡാർക്ക് കളർ നോക്കിയിട്ടാണ് എടുത്തത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ ബാഗ് പാലക്കാട് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ അമ്പലത്തിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോന് അത് കാണണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം, മഴയൊക്കെ അവൾക്ക് ഒതുങ്ങി, കുറച്ച് നേരം അതൊക്കെ നിന്ന് കാണിച്ചു കൊടുത്തു. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു രസം ഉണ്ടാവില്ല. നേരിട്ട് കാണുമ്പോൾ ബാൻഡ് സെറ്റും അതുപോലെ ചെണ്ടയാണെങ്കിൽ അതൊക്കെ കേൾക്കാൻ നല്ലൊരു പ്രത്യേക സുഖമാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ട് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനോട് ക്രയോൺസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് റിലയൻസിൽ പോയി. അങ്ങനെ അതും വാങ്ങിച്ചു. ക്രയോൺസ് ഞങ്ങൾ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ക്രയോൺസിൽ. പക്ഷെ ഞങ്ങൾ കുട്ടികൾക്ക് ഇപ്പം അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. കാരണം അത് പൊട്ടിക്കും ചിലപ്പോൾ. അത് കാരണം ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, ചെറിയൊരു ബോക്സാണ് വാങ്ങിച്ചത്. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞു വീട്ടിലെത്തി. അപ്പോൾ എന്തൊക്കെയാണ് അതിനോന് ഇപ്രാവശ്യം സ്കൂളിൽ ചേർത്തിയപ്പോൾ വാങ്ങിച്ചതെന്ന് കാണണ്ടേ. ഇത് ഞാനൊരു സ്നാക്സ് ബോക്സാണ്. ഇതിന് 65 രൂപ എന്താണ് റേറ്റ് ഉണ്ടായിരുന്നത്. 2 ലെയറായിട്ടാണ്. അതിലൊരു സ്പൂണും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു കുഞ്ഞത് വാങ്ങിച്ചു. പിന്നെ ഇതിന് ശേഷം വേറൊരു സ്നാക്സ് ബോക്സും കൂടി വാങ്ങിച്ചു. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിന് ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ള ആളാണ്. അപ്പോൾ ചില ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ട എന്നാണ് ആദ്യം മുൻകൂട്ടി പറയുക. അപ്പോൾ നേരത്തെ കുട്ടി കാണുന്ന രീതിയിൽ ഞാൻ ഇന്ന സാധനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്നാക്സ് ബോക്സ് വാങ്ങിച്ചത്. ഇതിന് രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു. ഇതിനും ഏകദേശം അതേ റേറ്റ് തന്നെയാണ്. വലിയ റേറ്റിലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാഗ് വാങ്ങിച്ചു. ബാഗിന് വന്നിട്ട് 450 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ.
നല്ല ബാഗാണ്, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ലഞ്ച് ബോക്സ് വാങ്ങിച്ചു. ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സും കൂടി ഉണ്ടായിരുന്നു. അത് നല്ല അടപ്പ് നല്ല മുറുക്കുള്ള തന്നെയായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ചട്ടയിടുന്ന പേപ്പേഴ്സ്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 കർച്ചീഫ് വാങ്ങിച്ചു. ഇത് ഞാൻ ലഞ്ച് ബോക്സ് കെട്ടാൻ വേണ്ടി അതിൽ കെട്ടി സ്കൂളിലേക്ക് കൊടുത്തു വിടും. പക്ഷേ ഇതിന് ഉപകാരം ഉണ്ടായത് അതിന് കരഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇതും കൊണ്ടാണ് കണ്ണീരും എല്ലാം തുടയ്ക്കുന്നത്. പിന്നെ ഒരു സ്പൂണ് വാങ്ങിച്ചു. ഈ സ്പൂണ് ഒരു ദിവസം കൊണ്ടുപോയി പിറ്റേ ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല. അത് സ്കൂളിൽ കളഞ്ഞിട്ട് വന്നു. പിന്നെ മക്കളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഇന്ന് കൊണ്ടുപോയത് നാളെ കിട്ടണം എന്നില്ല. അത് ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ടിടും. അവർക്ക് അറിയാവുന്ന പ്രായവും ആയിട്ടില്ലല്ലോ. അങ്ങനെ അതിനുൻ്റെ സ്കൂളിലേക്കുള്ള പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഇത് എത്ര ദിവസത്തേക്ക് ഇതുപോലെ ഒന്നും ഇരിക്കുന്ന ഒരു പിടിയുമില്ല. എന്തായാലും അതിന് സ്കൂളിൽ പോയി നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇരിക്കാൻ ചാൻസ് കരയും, നല്ല കരച്ചിലുണ്ടാവും. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. കുറച്ച് കൂടുതൽ ഉമ്മമാരുടെ പിന്നാലെ നടക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറയണ്ട, കരഞ്ഞ് ബഹളം വയ്ക്കൽ കൂടുതലായിരിക്കും. പിന്നെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. അവർ സ്കൂളിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും പേരടിക്കണം.